ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാണ്. ഈ സെൽഫ് കോൺഫിഡൻസ് എന്നത് ഒരാളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്താണെന്നും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സക്സസിനും വെൽബീയിങ്ങിനും ഒക്കെ എത്രത്തോളം ഈ സെൽഫ് കോൺഫിഡൻസ് സഹായിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഉറക്കെ സംസാരിക്കുന്നതാണോ, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും നോ പറയുന്നതാണോ, നന്നായി ഡ്രസ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങാം, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതാണോ, ഇതൊക്കെയാണോ സെൽഫ് കോൺഫിഡൻസ്? നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്? നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷെഫി. കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഒരാളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ, അതായത് അതില്ലാത്ത വ്യക്തികളിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ആളുകളാണോ? എപ്പോഴും നിങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും നെഗറ്റീവ് പറയുന്നതും അതുപോലെ തന്നെ തോറ്റുപോകുമോ എന്നുള്ള ഭയവും അത് പ്രകാരം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ടോ ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാനോ ഒന്നും കഴിയാതെ നിൽക്കുന്നവരാണോ? അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ഈ സെൽഫ് കോൺഫിഡൻസ് കുറവായിരിക്കും. അതായത് സെൽഫ് കോൺഫിഡൻസ് ഉള്ളവർ ഇതിനെല്ലാം മുന്നിട്ടിറങ്ങും. അതുപോലെ തന്നെ റിജക്ഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞല്ലോ, ചലഞ്ചസ് ഏറ്റെടുക്കില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരൊരു കോംപ്ലിമെൻറ്റ് പറയാനൊക്കെ ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ ആങ്സൈറ്റി, സ്ട്രെസ്സ്, ഡിപ്രഷൻ, പിന്നെ അവരുടെ ഗ്രോത്തൊക്കെ ഒരു ലിമിറ്റഡ് ആയിരിക്കും. അവർക്കത്ര വല്ലാതെ ഒന്ന് മേലോട്ട് ഉയർന്നു പോകാനൊക്കെ ഈ കോൺഫിഡൻസ് കുറവുള്ളവർക്ക് സാധിക്കില്ല. അപ്പം നമുക്കതൊക്കെ വേണോ? അങ്ങനെ ഇല്ലാത്തവരൊക്കെ, അതായത് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിലൊരു സ്റ്റക്കായിട്ടൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കും അങ്ങനെയുള്ളതൊക്കെ സംഭവിക്കുക. അപ്പോൾ നമുക്ക് ഈ കോൺഫിഡൻസ് എങ്ങനെ വരുത്തുക എന്നുള്ളത് ചെറിയൊരു കാര്യം പറയാം. അതായത് ഇതില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇതുണ്ടായാലായിട്ടോ അല്ലെങ്കിൽ ഈ സെൽഫ് കോൺഫിഡൻസ് നമ്മളിലേക്ക് എങ്ങനെ വരുത്തുക എന്നുള്ളതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് 1% നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ത്വര വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1% മാത്രമായിരിക്കും അതിനെക്കുറിച്ച് അറിയാം. എങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യുക? നിരന്തരമായ സ്റ്റഡീസിലൂടെയും പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച് അത്യാവശ്യം അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു കോൺഫിഡൻസ് വരും. ലോകത്തിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമാണ്? ഒരിക്കലുമല്ല. ലോകത്തിൽ എല്ലാത്തിനെക്കുറിച്ചും അറിയുന്ന ആളുകൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ചെയ്യാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് പഠിക്കുക. ഇപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം എനിക്കറിയുള്ളൂ. അപ്പോൾ അതായത് എനിക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം, ഞാൻ പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ഈ ടീച്ചേഴ്സിനോട് എങ്ങനെയാണ് അവർക്ക് ഒരു ക്ലാസ്സിൽ കുട്ടികളോട് പെരുമാറേണ്ട രീതി, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആ കാര്യത്തിൽ ഞാൻ 100% കോൺഫിഡൻസ് ആണ്. അതായത് ഏറ്റവും നല്ലൊരു ടീച്ചർ ആവുക എന്നുള്ളതാണ്. ഞാൻ പഠിപ്പിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് എനിക്ക് ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ളത്. ബാക്കി എന്ത് കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് അറിഞ്ഞെന്ന് വരില്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ ഒരു പരിധി വരെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് വെച്ചാൽ ചില കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ എല്ലാവരും അറിഞ്ഞിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ പോലും പതുക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിൽ LKG പ്രവേശിച്ചിട്ടേ ഉള്ളൂ. യൂട്യൂബ് ചാനലിൽ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ള ആഗ്രഹം അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് പഠിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ താനെ നമുക്ക് എന്ത് ചെയ്യും? ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണോ? വേണ്ട. അങ്ങനെയുള്ള ലോകത്ത് എല്ലാത്തിനെ കുറിച്ചും അറിയണ്ട. പക്ഷെ നമുക്ക്
ഒരു കാര്യം നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ പോലും നമ്മൾ 100% അതിലേക്ക് കൊടുത്ത് പഠിച്ചിട്ട് നമ്മൾ ആ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തൊരു കാര്യത്തിന് നമുക്ക് അറിയാമെങ്കിൽ കൂടിയും നമുക്ക് എന്തെങ്കിലും അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് ചെയ്യില്ല എന്നുള്ളത് സത്യമാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ 1% അറിയുന്നുള്ളെങ്കിലും നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങളൊരു ശ്രമമൊക്കെ നടത്താം. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് വരുന്നുള്ളതാണ്. പിന്നെ നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിന്നെക്കൊണ്ടത് സാധിക്കും, നിന്നെക്കൊണ്ടത് പറ്റും എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കുറേയൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഒരു 15 ഗോളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക, എഴുതി വയ്ക്കുക നമുക്ക് വേണ്ടത്. അതിലേറ്റവും ചെറിയ ഗോൾ നോക്കി ചെയ്യുക. അതായത് കോൺഫിഡൻസ് വരാനാണ് കേട്ടോ. കോൺഫിഡൻസ് ഉള്ളവർക്ക് വലുത് നോക്കി ചെയ്യുക. ഒട്ടുമില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് നേടേണ്ട ഒരു 15 കാര്യം എടുത്തിട്ട് അതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യും, സന്തോഷം വന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ജേണലൊക്കെ എഴുതാം. ഈ ജേണലൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചും കൂടി കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുമായിട്ട് കൂടുതൽ ഇടപെടാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് കോൺഫിഡൻസ് ഇല്ലാത്തവരുടെ ഒരു ലക്ഷണം നെഗറ്റീവ് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമെന്നൊക്കെ മാറി നിന്നിട്ട് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകളുമായിട്ട് ഇടപെടാം. അതുപോലെ തന്നെ ന്യൂ സ്കില്ലുകളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രയർ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ നമ്മളുടെ ബോഡി ലാംഗ്വേജൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഡ്രസ്സിങ്ങും കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് അതിലൊക്കെ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് വരും. അതുപോലെ തന്നെ ചെറിയ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇത്രയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ നമുക്കൊരു കോൺഫിഡൻസ് കൂടും. ഈ കോൺഫിഡൻസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ, അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞു, ഇനി അത് നേടാനുള്ള കാര്യങ്ങളും പറഞ്ഞു, ഇനി ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന ചില ഗുണങ്ങൾ നമുക്ക് പറയാം, അഡ്വാൻറ്റേജൊക്കെ. അതായത് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരാളോട് നിങ്ങൾക്ക് ഒരു അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, അത് ചെയ്തോട്ടെ ഇത് ചെയ്തോട്ടെ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കും എന്നുള്ളത് സ്വയം നമുക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കും. മറ്റുള്ളവരായിട്ട് സംസാരിക്കാനൊക്കെ ഒരു ആത്മവിശ്വാസത്തോടു കൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അതൊരു എന്താ പറയുക, അത് കോൺഫിഡൻസ് തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കും, അത്യാവശ്യം ആളുകളെയൊക്കെ നയിച്ചു കൊണ്ടുപോകാനുള്ള. പിന്നെ അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ക്വാളിറ്റി കാണിക്കും. പിന്നെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആയിരിക്കും. പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു ഒത്തിരി നേരം വിഷമിച്ചിരുന്നാൽ പോലും നമ്മളതിൽ നിന്ന് തലയൂരിപ്പോയി, അതായത് ഒരു ബെറ്റർ റെസിലിയൻസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നും പെട്ടെന്ന് തന്നെ വ്യതിചലിച്ച് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ടുള്ള ഇതൊക്കെ വരും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ഈ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി, അതിനൊക്കെ ആരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത്? മറ്റുള്ളവർ നമുക്ക് തരുമോ? ഇതൊക്കെ സ്വയം ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളതിനു വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യുക. പേഴ്സണൽ സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.